ഒടുവിൽ ഉണ്ണികൃഷ്ണൻ്റെ അഭിനയ ജീവിതത്തിൽ അദ്ദേഹത്തിന് ലഭിച്ചൊരു തൂവൽ കിരീടമായിരുന്നു MD വാസുദേവൻ നായർ രചനയും സംവിധാനവും നിർവഹിച്ച ഒരു ചെറുപുഞ്ചിരി എന്ന സിനിമയിലെ നായകവേഷം. MD എന്ന പകരം വയ്ക്കാനില്ലാത്ത മഹാപ്രതിഭ എത്ര അനായാസമായാണ് കരകാണാത്തൊരു വൈകാരിക കടൽ കൊണ്ട് നമ്മെ ഈ സിനിമയിലൂടെ ആർദ്രമായി പൊതിയുന്നത്. വൃദ്ധ ദമ്പതികളുടെ ജീവിതമാണ് ഈ സിനിമയുടെ ലോകം. ആ ലോകത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ വൈകാരികാർദ്രമായൊരു കണ്ണുനീർ തുള്ളി കവിളിൽ വീണിട്ടെന്ന പോലെ നാം ഉള്ളാലെ കുതിർന്നു പോകും. MD തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് 2000 പുറത്തിറങ്ങിയ ചലച്ചിത്രമാണ് ഒരു ചെറുപുഞ്ചിരി. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, നിർമ്മല ശ്രീനിവാസൻ തുടങ്ങിയവർ മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രത്തിന് തെലുങ്ക് എഴുത്തുകാരൻ ശ്രീ രമണയുടെ കഥയെ ആസ്പദമാക്കിയാണ് MD തിരക്കഥയൊരുക്കിയത്. 2000 ഏറ്റവും മികച്ച സംവിധായകനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഈ ചിത്രത്തിലൂടെ MD വാസുദേവൻ നായർക്ക് ലഭിച്ചു. ഏതൊരു ജീവിതത്തിൻ്റെയും ക്ലൈമാക്സ് മരണമാണ്. ഒരു ചെറുപുഞ്ചിരിയിലും അങ്ങനെ തന്നെയാണ്. അതിസുന്ദരമായ ഒരു കുഞ്ഞു ജീവിതത്തെ മരണം വന്ന് തൊടുന്നതുവരെ കഥാപാത്രങ്ങളോടൊപ്പം നമ്മളും സഞ്ചരിക്കുന്നു. സിനിമയിൽ നമ്മൾ അഭിനയിക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ജീവിതത്തിൽ നമ്മളും ജീവിക്കുകയോ ചെയ്യുന്ന ഒരു അപാരമായ ക്രാഫ്റ്റ് സാധ്യമാക്കുന്നുണ്ട് MD ഈ സിനിമയിൽ. ഏറെ പ്രിയപ്പെട്ട മരിച്ച ഒരാളുടെ ഹൃദ്യമായ ഓർമ്മ വന്ന് തൊടുമ്പോൾ ഒരു ചെറു പുഞ്ചിരി വിടരുന്നത് കാണിച്ചു തന്നുകൊണ്ട് അവസാനിക്കുന്ന സിനിമ അതിൻ്റെ ടൈറ്റിലിനോട് 101% നീതി പുലർത്തുന്നു. ആ പുഞ്ചിരിക്ക് പിന്നിൽ നഷ്ടബോധത്തിൻ്റെ വേദനയേക്കാൾ ഒന്നിച്ച് ജീവിച്ച കാലത്തിനോടുള്ള ധന്യതയായിരുന്നു മുന്നിട്ട് നിന്നത്. വാർദ്ധക്യം വല്ലാത്തൊരു അവസ്ഥയാണ്. കുട്ടിക്കാലത്തേക്കുള്ളൊരു മടങ്ങിപ്പോക്ക്. വയസ്സാകുമ്പോൾ ശരീരം ക്ഷീണിക്കുന്നുവെങ്കിലും മനസ്സിൽ കുസൃതികൾ കൂട്ടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അനുസരിക്കാത്ത ശരീരത്തെ ആട്ടിത്തെളിച്ചുകൊണ്ട് മരണത്തിലേക്കുള്ള യാത്ര, അനന്തതയിലേക്ക്. അതുവരെ കൂടെയുണ്ടായിരുന്ന മക്കൾക്ക് ചിലപ്പോൾ കൂടെ നടക്കാൻ കഴിയാതെ വന്നേക്കാം. പറക്കമുറ്റിയപ്പോൾ അവർ പുതിയ കൂടുകൾ തേടിപ്പോയേക്കാം, അല്ലെങ്കിൽ മനഃപൂർവ്വമായേക്കാം. ആരൊക്കെ കൂടെയില്ലെങ്കിലും സ്വന്തം പങ്കാളി, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് കൂടെയുണ്ടെങ്കിൽ വാർദ്ധക്യത്തിലും തനിച്ചാവില്ല. കാലൊന്നിടറുമ്പോൾ ചേർത്തു പിടിക്കാൻ, തനിച്ചാവാതെ കൂടെ ചെന്നിരിക്കാൻ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ വാർദ്ധക്യത്തെയും തോൽപ്പിക്കാം. ഇത് കൃഷ്ണക്കുറുപ്പിൻ്റെയും അമ്മാളുകുട്ടിയമ്മയുടെയും കഥയാണ്. മൂപ്പർക്ക് വയസ്സ് 70 കഴിഞ്ഞു. എസ്റ്റേറ്റ് മാനേജറായിരുന്നു. മൂപ്പത്തി 60കളിലും. മക്കളൊക്കെ ജോലിയായി പലയിടങ്ങളിലാണ്. വയസ്സുകാലമാണെങ്കിലും മക്കളുടെ കൂടെ പോയി താമസിക്കാനൊന്നും രണ്ടുപേരെയും കിട്ടില്ല. നാട്ടുംപുറത്തെ വീടും പറമ്പും വിറ്റ് ദേശാടന കിളികളായി പറന്നു പോകാൻ താല്പര്യവുമില്ല. അത്ര തന്നെ. അവരുടെ ലോകം ആ വീടും പറമ്പും അടങ്ങുന്ന ചുറ്റുവട്ടമാണ്. തൊടി നിറയെ കൃഷിയുണ്ട്, നല്ല അയൽക്കാരുണ്ട്, പരസ്പരം തണലായി തങ്ങൾ ഇരുവരുമുണ്ട്. അവരുടെ പുലർക്കാലങ്ങൾ ഉണരുന്നത് തന്നെ തൊടിയിലെ പച്ചപ്പിലേക്കും കിളികളുടെ ആരവങ്ങൾക്കിടയിലേക്കുമാണ്. പ്രണയത്തിന് അതിൻ്റെ വിവിധ ഭാവങ്ങളെ വരിച്ചെടുക്കാൻ മറ്റെന്തു തന്നെ വേണം. അവർ പരസ്പരം സ്നേഹിച്ച് ഇഷ്ടഭക്ഷണങ്ങൾ കഴിച്ച് അതുണ്ടാക്കി നല്ല വായു ശ്വസിച്ച് പിന്നെ കുട്ടിത്തം കലർന്ന കുസൃതികളാൽ നേരം കഴിച്ചു. ഒരു നാൾ തട്ടിൻപുറത്ത് വച്ചിരുന്ന ഉപ്പുമാങ്ങ ഭരണിയെടുക്കാൻ കുറുപ്പ് കയറിയപ്പോൾ അമ്മാളുക്കുട്ടി താഴെ നിന്ന് ഏണിയെടുത്തു മാറ്റി. തിരിച്ചിറങ്ങാൻ പറ്റാതെ ശുണ്ടി പിടിക്കുന്ന കുറുപ്പിനെ നോക്കി അമ്മാളുക്കുട്ടി താഴെ നിന്ന് പൊട്ടിച്ചിരിക്കുകയായിരുന്നു. കഥ ഇങ്ങനെ പോകുന്നു. എന്നാൽ സന്തോഷത്തിനായാലും സങ്കടങ്ങൾക്കായാലും എന്നും ഒരു അന്ത്യമുണ്ട് എന്ന സത്യം നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ചിത്രം അവസാനിക്കുന്നു. നമ്മുടെ തിരക്കേറിയ ജീവിതത്തിൽ ഒരല്പം സമയമുണ്ടെങ്കിൽ ഒരു ചെറുപുഞ്ചിരി കാണണം. അത് നിങ്ങളെ നിരാശരാക്കില്ല.